ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി, കറന്റ് സിറ്റുവേഷൻ ആൻഡ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്കത് റെസനേറ്റ് ആകുന്നതായിരിക്കും. സപ്പോസ് ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് റീഡിംഗ് റെസനേറ്റ് ആകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി എന്താണ്? യൂണിവേഴ്സ്, നിങ്ങളുടെ എനർജി എന്താണ്? നൈറ്റ് ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ട്, റിവേഴ്സ്ഡ് ആണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണ്? യൂണിവേഴ്സ്, രണ്ട് കാർഡ് വന്നിട്ടുണ്ട്, പേജ് ഓഫ് വാൻഡ്സും ചാരിയറ്റ് കാർഡും. രണ്ടും പേജ് ഓഫ് വാൻഡ്സ് വന്നിട്ടുള്ളത് റിവേഴ്സ്ഡ് ആണ് കേട്ടോ. മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ക്യൂൻ ഓഫ് പെന്റക്കിൾ, ബോട്ടം ഓഫ് ദ ഡെക്ക്, ക്യൂൻ ഓഫ് പെന്റക്കിൾ. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി ബേസ് പറയുകയാണെങ്കിൽ വളരെ ഒരു കുറച്ചൊരു നല്ല എനർജിയാണ് ഇവിടെ കാണുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജി. പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ ഡൗൺ ആയിട്ട് ഇരുന്നിട്ടുണ്ടാകാം. പക്ഷെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് പോലെ നിങ്ങളുടെ മനസ്സിനെ കുറച്ചും കൂടി കരുത്തിലേക്ക് കൊണ്ടുവരിക, നിങ്ങൾ തന്നെ സ്വയം തീരുമാനിച്ചിട്ട് കരുത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് പെന്റക്കിൾ ഇവിടെ റിവേഴ്സ്ഡ് ആണ് വന്നിരിക്കുന്നത്, ഫസ്റ്റ് കാർഡ്. ഓക്കെ, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ ഇങ്ങനെ പിടിച്ചു വെക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു ചേഞ്ച് വരുത്തുക, നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്തുന്ന ഒരു എനർജി. സ്വന്തം നിങ്ങൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടതല്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ സ്വന്തം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു, അങ്ങനെ പറഞ്ഞ് മനസ്സിനെ തിരുത്തിയെടുക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ദ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളായിരിക്കാം, മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളുകളായിരിക്കാം. നിങ്ങൾ അതൊക്കെ ഇപ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ടാകാം. കുറച്ച് മുന്നേ വരെയുള്ള ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങളിൽ റിലേഷൻഷിപ്പ് ആലോചിച്ചിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജോബ് വൈസ് കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കാം നിങ്ങൾ ഡൗൺ ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്ന ഒരു എനർജി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കൺവേർട്ട് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ബോട്ടം ഓഫ് ദ ഡക്ക് വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് പെന്റക്കിൾ ആണ്. നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആളുകൾ എന്തിനാണ് വരുന്നത്, ഒരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകുമ്പോൾ, ഒരു ലവിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ എങ്ങനെയുള്ള ആളുകളായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബോധം വന്നിട്ടുണ്ടാകാം. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകാം, നിങ്ങൾ സ്വന്തം മനസ്സിലാക്കുന്നുണ്ടാകാം ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട്. ഓക്കെ, നിങ്ങൾക്കൊരു ചേഞ്ച് സംഭവിച്ചതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. എന്താണ് യൂണിവേഴ്സ് മെസ്സേജ്? യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണ്? ഏസ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, അതുപോലെ ക്യൂൻ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, ഇവിടെ റിവേഴ്സ്ഡ് ആണ്. 8 ഓഫ് വാൻഡ്സും റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന, മെഡിറ്റേഷൻ ചെയ്യുന്നൊക്കെ ആളുകളായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നല്ല പവറുള്ള ആൾക്കാരാണെന്നുള്ളത് നിങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതായത് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു നല്ലൊരു ചിന്ത നിങ്ങൾക്ക് ഇപ്പോഴായിരിക്കാം വന്നിട്ടുണ്ടാകുക. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഈ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, നിങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുള്ള ചേഞ്ച്, അതായത് ഒരു ലോ എനർജിയിൽ നിന്നും ഒരു ഹൈ എനർജി നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുത്തിയത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യമാണത്. നിങ്ങൾ തന്നെ സ്വന്തം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ വരുത്തി, അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, നിങ്ങളിലേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്.
അതൊരു ജോബായിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള എന്തെങ്കിലും പൊസിഷൻസ് ആയിരിക്കാം, പ്രൊമോഷൻ പൊസിഷൻ, എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും, റിലേഷൻഷിപ്പ് ബേസ്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നുണ്ട്, നിങ്ങളുടെ എനർജി നിങ്ങൾ ചേഞ്ച് ചെയ്ത സ്ഥിതിക്ക്. ഓക്കെ, അതായത് നെഗറ്റീവായിട്ട് ചിന്തിച്ചിരിക്കാതെ ഒരു പോസിറ്റീവ് വൈബ്രേഷനിലേക്ക് നിങ്ങൾ വന്നതുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇതെല്ലാം തരാൻ പോവുകയാണ് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്ന കാര്യം. ഓക്കെ, നിങ്ങൾക്ക് ഏഞ്ചൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നുണ്ട്, ഡിവൈൻലി നിങ്ങൾ കണക്ട് ആകുന്ന ഒരു ടൈം ആയിരിക്കാം ഇത്. ഓക്കെ, മേ ബി അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറെ അറിവുകൾ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുന്നതൊക്കെ ഇതുകൊണ്ടായിരിക്കാം. എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്? യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണ്? ഒരുപാട് കാർഡ്സ് ഒന്നല്ലോ. ഓക്കെ, ദ ഹെയർ ഓഫ് എൻ കാർഡ്, ദ മജീഷ്യൻ കാർഡ് ഇവിടെയും വന്നിട്ടുണ്ട്. ബിക്കോസ് ദ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ദ ഡെക്ക് കേട്ടോ. ദ ഹെയർ ഓഫ് എൻ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ, അതായത് നിങ്ങൾ ഒരു എന്താ പറയാ, നിങ്ങൾക്കൊരു അവേക്നെസ് ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ടൈം നിങ്ങൾക്ക്. ഓക്കെ, ദ ഹെയർ ഓഫ് എൻ കാർഡ്, ദ എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട്. ഒരു എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു അവസ്ഥ, ഒരു ഫുൾഫിൽമെന്റ് കിട്ടുകയാണ് നിങ്ങൾക്ക്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്, നിങ്ങൾക്കൊരു ഫുൾഫിൽമെന്റ് കിട്ടുകയാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട്. ഒരു മദർ എനർജി അല്ലെങ്കിൽ ഒരു ഫെമിനിൻ എനർജി നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഈ ഒരു വീഡിയോ കാണുന്നത് മേ ബി മെയിൽ ആയിരിക്കാം, ഫീമെയിൽ ആയിരിക്കാം, എങ്കിൽ പോലും ഒരു ഫെമിനിൻ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കാം, നിങ്ങളിലേക്ക് വരുന്ന ടൈം ആയിരിക്കാം. അൺകണ്ടീഷണൽ ലവ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഓക്കെ, ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുന്ന ടൈമാണിത്. ഏസ് ഓഫ് കപ്സ്, നിങ്ങളിലേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ, പ്രോസ്പിരിറ്റി, സക്സസ് ഒക്കെ വന്നു ചേരുന്ന ഒരു ടൈം ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയാണ്, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുവാണ്. ഓക്കെ, അങ്ങനെ മജീഷ്യൻ കാർഡോടെ വന്നിട്ടുള്ളത്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു കറന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു എനർജി ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുന്നുണ്ടാകാം. ഓക്കെ, വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടാകാം. അതിന് കാര്യം നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടൈം, സ്പിരിച്വലി അവേക്നെസ് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടാകാം. ഓക്കെ, ചിലരെങ്കിലും സ്പിരിച്വൽ പാത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം മേ ബി ഈ ഒരു സിറ്റുവേഷനിൽ. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത്രയും അറിവുകൾ കിട്ടുന്നത്, പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത്. വളരെ ഡൗൺ ആയിട്ട് ഡിപ്രസ്ഡ് ആയിരുന്ന ഒരു സ്റ്റേജിൽ നിന്നും നിങ്ങൾ ഉയർന്നു വരുന്നത് ചിലപ്പോൾ ഇങ്ങനെ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഒരു അൺകണ്ടീഷണൽ ലവ്, സക്സസ്, പ്രോസ്പെരിറ്റി എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, അതുപോലെ ജഡ്ജ്മെന്റ് കാർഡ് വരുന്നുണ്ട് കണ്ടോ. ഇത്രയും നാളും നിങ്ങൾക്ക് കിട്ടാതിരുന്നിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ജഡ്ജ്മെന്റ് കാർഡ് വന്നത് 3 ഓഫ് കപ്സ്. 3 ഓഫ് കപ്സ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നുമല്ല. ഇവിടെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള റിലേഷൻഷിപ്സ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. അതിനൊക്കെയുള്ള ഒരു തെളിവാണ് ഈ 3 ഓഫ് കപ്സ് ആൻഡ് ജഡ്ജ്മെന്റ് കാർഡാണ് ഏസ് ഓഫ് കപ്സ് വന്നിട്ടുള്ളത്. അതുപോലെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നത് മജീഷ്യൻ കാർഡാണ്. നിങ്ങൾക്ക് ഈ ഒരു ടൈം, അതായത് ഈ ഒരു എനർജി ബേസ് ഇപ്പോഴത്തെ ഒരു ടൈം വെച്ചിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നതൊക്കെ വളരെ വേഗത്തിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മടിയും അലസതയൊക്കെ ഇവിടെ കാണിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് കാർഡ് വന്നിട്ട്. അപ്പം അങ്ങനെയൊക്കെ കാണിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു രീതിയിലാണ്. സോ അത് കണ്ടിന്യൂ ചെയ്യുക. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇവിടെ 8 ഓഫ് വൺസ് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, മനസ്സുകൊണ്ട് പെട്ടെന്ന് തന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിലേക്ക് ഈ ഒരു ടൈം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അട്രാക്ട് ആകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അത് നിങ്ങളിലേക്ക് വന്നു ചേരും. നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് ഈ ഒരു സമയത്തെ എനർജിയിൽ നിങ്ങൾ കുറച്ചൊരു പോസിറ്റീവായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ പോലും നല്ലത് നിങ്ങളിലേക്ക് വന്ന് എത്തിച്ചേരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ എതിർക്കാനുള്ള കുറച്ച് നെഗറ്റീവ് എനർജീസ് നിങ്ങളിലേക്ക്, വൈബ്രേഷൻസ് നിങ്ങളിലേക്ക് വന്നു ചേരും.
ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അതിനെ ഒരിക്കലും മൈൻഡ് ചെയ്യാതിരിക്കുക. എപ്പോഴും പോസിറ്റീവ് മൈൻഡോടെ ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വരും നിങ്ങളുടെ അടുത്തോട്ട്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ടൈമാണ്. ഓക്കെ, സക്സസ് ആണ് നിങ്ങൾക്ക്. നിങ്ങൾ വിചാരിച്ചതൊക്കെ കിട്ടും. അൺകണ്ടീഷണൽ ലവ് കാണിക്കുന്നുണ്ട്. പുതിയൊരു വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഒരു ഏഞ്ചൽ കാർഡ്. ഓക്കെ, സീ ബിയോണ്ട് ദ കറന്റ് സിറ്റുവേഷൻ. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് കണ്ടറിയുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന പാത്ത്, ഈ ഒരു എനർജിയിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു എനർജി നിങ്ങൾ നല്ലൊരു വൈബ്രേഷൻ ആണ്, നല്ലൊരു ഊർജ്ജമാണ് നിങ്ങൾക്കുള്ളത്. സോ അത് കണ്ടിന്യൂ ചെയ്യുക എന്നാണ് പറയുന്നത്. അതുപോലെ ലേൺ ഫ്രം സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്നാണ്. നിങ്ങൾ ഇപ്പോൾ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾ സ്പിരിച്വൽ ജേണിയിലൂടെ ആയിരിക്കാം, ഓർ ആ ഒരു പാത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടാകുക. നിങ്ങൾക്ക് അവേക്നെസ് ഉണ്ടാകുന്നത്, നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് ആകുന്നത്, ഡിവൈനുമായി കണക്റ്റഡ് ആകുന്ന ടൈം ഒക്കെയാണ് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ വളരെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം മേ ബി കേട്ടോ ഇത് കാണുന്നവര്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത്രയും ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത്. എന്തായാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ കണ്ടിട്ടുള്ളത് നിങ്ങളെ സംബന്ധിച്ച്. ഓക്കെ, പോസിറ്റീവ് ആയിട്ടിരിക്കുമ്പോൾ എപ്പോഴും നമ്മളിലേക്കും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വന്നു ചേരുക. അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിഷമങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്. വിഷമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് എനർജി ബേസ് നിങ്ങൾ കുറച്ചൊരു മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്ത് ഓക്കെ എന്നുള്ളൊരു ഫൈൻ, ഓക്കെ ഐ എം ഫൈൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ വന്നതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഈ ഒരു എനർജി തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോവുക. നിങ്ങളിലേക്ക് എല്ലാം തന്നെ എത്തിച്ചേരുന്നതാണ്. ഓക്കെ, ഈ ഒരു റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാം.